എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. കഥ പറയാൻ വരുന്ന പിശാച്. ഈ കഥയുടെ ആദ്യ ഭാഗം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടതിനു ശേഷം ഇത് കാണുക. ഒരു ദിവസം ദിയ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആരോ പിന്തുടരുന്നുണ്ടെന്ന് അവൾ സംശയിക്കുന്നു. പക്ഷെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആരോ പിന്തുടരുന്നതായി അവൾക്ക് വീണ്ടും തോന്നുന്നു. എന്നാൽ ഇപ്പോഴും ആരെയും കാണുന്നില്ല. അവൾ കുറച്ചു ദൂരം മുൻപോട്ട് ചെന്ന് ഒരു മതിലിന്റെ സൈഡിലൂടെ കയറിപ്പോയി. ഇപ്പോൾ അതാ കറുത്ത ജാക്കറ്റും കറുത്ത മാസ്കും വെച്ച് ഒരു യുവാവ് അവളുടെ പിന്നാലെ വരുന്നു. എന്നാൽ മതിലിന്റെ സൈഡിലേക്ക് പോയ അവളെ ഇപ്പോൾ കാണുന്നില്ല. അവൻ കൺഫ്യൂഷനിലായി. എന്നാൽ ഇതേ സമയം ദിയ മതിലിന്റെ മുകളിൽ വന്ന് അവനെ നിരീക്ഷിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് അവൻ മതിലിന്റെ മുകളിൽ നിൽക്കുന്ന ദിയയുടെ നിഴൽ റോഡിൽ കാണുന്നു. അവൾ മതിലിന്റെ മുകളിൽ നിന്നും താഴേക്ക് അവന്റെ പുറകിലേക്ക് ചാടുന്നു. അവൻ തിരിഞ്ഞു അവളുടെ നേരെ നിൽക്കുന്നു. അവൾ കാഷ്വലായി ചോദിച്ചു, നീ ആരാ? എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നേ? അവൻ മിണ്ടാതെ നിൽക്കുന്നു. അവൾ അവനെ അടിമുടി നോക്കുന്നു. നീ ആ പാവയെ അന്വേഷിച്ചു വന്നതാണോ? ഇപ്പോൾ അവൻ മറുപടി കൊടുക്കുന്നു, അല്ല, ആ പാവ ഉപയോഗിക്കുന്ന നിന്നെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്. എന്റെ പേര് എറിക്സ്. അവൻ പറഞ്ഞു തുടങ്ങി. നിനക്കിപ്പോൾ നിന്റെ ശരീരം ഉപേക്ഷിച്ച് ഒരു പാവയിലേക്ക് മാറാം. എന്നാൽ ആ പാവ ആരുടേതാണ്, അതെവിടെ നിന്ന് വന്നു എന്ന് നിനക്കറിയാമോ? അതിനുമുണ്ട് ഒരു ചരിത്രം. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെ ലുമോറ എന്നൊരു ലോകമുണ്ട്. അവിടെ സെറിനിയ എന്ന ഒരു കൊച്ചു പെൺകുട്ടി സുഹൃത്തായി എനിക്കുണ്ട്. ഒരിക്കൽ അവൾ എന്നെ കാണാൻ ഈ ഭൂമിയിലേക്ക് വന്നു. എന്നാൽ ഇവിടെ വെച്ച് ആരോ അവളുടെ ആത്മാവിനെ മോഷ്ടിച്ചു. എന്നിട്ട് അവളുടെ ശരീരം അവിടെ തന്നെ ഉപേക്ഷിച്ചു. അവിടെ നിന്നാണ് നിന്റെ അച്ഛന് ആ പാവയെ കിട്ടുന്നത്. സെർനിയയുടെ ആത്മാവിനെ ആരാണ് കടത്തിക്കൊണ്ടുപോയത്? അവൾ ഇപ്പോൾ എവിടെയാണ്? എനിക്കവളെ കണ്ടെത്തി രക്ഷിക്കണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ദിയ ചോദിച്ചു, ഞാൻ എന്തിനു സഹായിക്കണം? കാരണം നിനക്ക് മാത്രമേ ഇപ്പോൾ അതിന് സാധിക്കൂ. ഇതും പറഞ്ഞ് അവൻ കൈ നീട്ടുന്നു. ഒന്ന് ആലോചിച്ച ശേഷം ദിയ കൈ കൊടുക്കുന്നു. പാവയുടെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ദിയയുടെ ആത്മാവ് പാവയിലേക്ക് മാറുമ്പോൾ അവളുടെ യഥാർത്ഥ ശരീരം കോമാവസ്ഥയിലായതുപോലെ കിടക്കും. എറിക്സും ദിയയും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കും. ദിയ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് പാവയിലേക്ക് മാറും. ശേഷം എറിക്സ് അവളുടെ ശരീരം ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞു ആശുപത്രിയിലെത്തിക്കും. അവളുടെ അച്ഛനോടും അമ്മയോടും ഡോക്ടർ പറയുന്നു, അവളിപ്പോൾ കോമാവസ്ഥയിലാണ്. അവരിട്ട പ്ലാൻ വിജയിച്ചു. എറിക്സ് പറഞ്ഞു, സെർനിയയെ കണ്ടെത്തുന്നതുവരെ നീ ഫ്രീയാണ്. നിന്നെ ആരും അന്വേഷിക്കത്തില്ല. എല്ലാമൊക്കെയായ സ്ഥിതിക്ക് ദിയയും എറിക്സും ചേർന്ന് സെറിനിയയെ കണ്ടെത്താനിറങ്ങുന്നു. ദിയയുടെ അച്ഛന് ആ പാവ കിട്ടിയ സ്ഥലത്തുകൂടെയാണ് ഇപ്പോൾ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിയ അവനോട് ചോദിച്ചു, നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? എറിക്സ് ദൂരേക്ക് നോക്കിയപ്പോൾ സമയം ഇരുട്ടിത്തുടങ്ങിയിരുന്നു. അവർ തീയൊക്കെ കൂട്ടി അന്ന് രാത്രിയിൽ കാട്ടിൽ തങ്ങുന്നു. അവൻ അവളോട് പറയുന്നു, തന്റെ ഗ്രാമത്തിലുള്ളവരെല്ലാം മന്ത്രവാദികളാണ്. ഞങ്ങളെ മോർഗിനുകൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പൂർവികർ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സിദ്ധിയാണ് ഈ മാന്ത്രിക വിദ്യകൾ. എന്നാൽ അതിന്റെ കൂടെ ഒരു ശാപവും കിട്ടി. ഞങ്ങളുടെ വംശത്തിലുള്ള എല്ലാവരുടെയും ആയുസ് നേർപകുതിയായി കുറഞ്ഞു. ലുമോറ ശുദ്ധമായ ഊർജ്ജത്തിന്റെയും പ്രകാശത്തിന്റെയും ലോകമാണെന്നും അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസ് 1000 വർഷമാക്കി ഉയർത്താൻ സാധിക്കും. അതിനുവേണ്ടി ഈ പാവയുടെ ലുമോറ എന്ന ലോകത്തേക്ക് കടക്കാൻ എന്റെ ഗ്രാമത്തിലെ ആളുകൾ പല വഴികളും നോക്കി. എന്നാൽ ഒന്നും നടന്നില്ല. പലപ്പോഴായി ലുമോറയിലേക്ക് കടക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആ ലോകത്തിലെ ആളുകൾക്ക് ഞങ്ങളോട് ദേഷ്യമാണ്. മോർക്കിൻസ് അവിടേക്ക് ചെന്നാൽ അവരുടെ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തകരുമെന്ന് ലുമോറയിലെ ജനങ്ങൾക്കറിയാം. എന്നാൽ ഒരു ദിവസം ആ ലോകത്തിലെ സെറിനിയയും ഞാനും തമ്മിൽ സുഹൃത്തുക്കളായി. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ അവളുടെ ലോകത്തിലെ ആളുകൾ അവളെ അവിടെ നിന്നും പുറത്താക്കി. ഭൂമിയിലെ ബ്ലാക്ക് മാജിക്കുമായുള്ള സമ്പർക്കത്താൽ അവളുടെ ആത്മാവ് ഇതിനകം കളങ്കപ്പെട്ടിട്ടുണ്ടെന്ന് അവിടെയുള്ളവർ കരുതി. അതുകൊണ്ട് അവർ അവളെ പുറത്താക്കി. അവൾ എന്റെ അരുകിലേക്ക് വന്നു. എന്നാൽ ഇതെങ്ങനെയോ അറിഞ്ഞ എന്റെ നാട്ടിലെ ആളുകൾ അവളെ പിടിച്ചു. എന്നിട്ട് അവളുടെ ശരീരം ഉപേക്ഷിച്ച് അവളുടെ ആത്മാവിനെ കൊണ്ടുപോയി. അവിടെ നിന്നാണ് നിന്റെ അച്ഛന് ഈ പാവയെ കിട്ടിയത്. ആത്മാക്കൾ ലോകങ്ങൾക്കിടയിലുള്ള പാലങ്ങളാണെന്ന് മൊറോക്കിൻസുകാർ കണ്ടെത്തി. ഇനി സെർനിയയെ ഉപയോഗിച്ച അവളുടെ ലോകത്തിലേക്ക് അവർ പോകും. ഞാൻ രക്ഷപ്പെടാൻ അവളെ സഹായിക്കുമെന്ന് കരുതിയാകണം. എന്റെ ആളുകൾ എന്നെ അവിടെ നിന്നും പറഞ്ഞുവിട്ടു. ഇപ്പോൾ അവളെ മറ്റൊരു നരകലോകത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. നേരം വെളുത്തു. അവർ രണ്ടുപേരും മോർഗിനുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ കാടിനുള്ളിൽ ഒഴിഞ്ഞ സ്ഥലത്ത് എന്തോ ഒരു പൂജ നടത്തുന്നതാണ് ദിയയും എറിക്സും കാണുന്നത്. എറിക്സ് പറഞ്ഞു, ഇവർ തയ്യാറായി കഴിഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ കർമ്മം പൂർത്തിയായാൽ ഒരു പോർട്ടൽ ഇവിടെ തുറന്നുവരും. അതിലൂടെ അവർക്ക് ലുമോറയിലേക്ക് പോകാൻ സാധിക്കും. നീ ഇവരെ തടഞ്ഞു നിർത്ത്. ഞാൻ അപ്പോഴേക്കും സെർനിയയെ രക്ഷിച്ചുകൊണ്ടുവരാം. അവൻ അവിടെ നിന്ന് ഓടി ഒരു ഗുഹയിലേക്ക് കയറിപ്പോകുന്നു. ആ മന്ത്രവാദികളിൽ ഒരാൾ പറയുന്നു, അല്പം സമയത്തിനുള്ളിൽ ഈ ചടങ്ങ് പൂർത്തിയാകും.
അതിനുശേഷം നമുക്ക് ലുമോറ എന്ന ലോകത്തിലേക്ക് പ്രവേശിക്കാം. പുറകിൽ നിന്ന് ദിയ വിളിച്ചു പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് അതിന് സാധിക്കില്ല, കാരണം ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോർക്കിനുകൾ പാമ്പ് ചീറ്റുന്നതുപോലെ ശബ്ദമുണ്ടാക്കി അവർ കൈയിൽ തീയെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. ദിയ ഒരു മനുഷ്യന് കഴിയാത്ത വേഗത്തിൽ ഒഴിഞ്ഞുമാറി അതിശയിപ്പിക്കുന്ന വേഗത്തിൽ ഉയരങ്ങളിലേക്ക് ചാടി. മോർക്കിനുകൾ പൂജ നടത്തുന്ന സ്ഥലത്തേക്ക് അവൾ ഇറങ്ങി. അവിടം മുഴുവൻ തകർത്തു. അവരുടെ മന്ത്രലിഖിതങ്ങൾ മുഴുവൻ തകർത്തു. തീപ്പൊരികൾ ചിതറി. മോർക്കിനുകൾ അലറി, അവളെ തടയൂ. അതേസമയം എറിക്സ് മറ്റൊരിടത്തായിരുന്നു. മോർക്കിനുകൾ സെറിനിയയുടെ ആത്മാവിനെ തടവിലാക്കിയ നരകലോകത്തിൽ. അവിടെയുള്ള വായു തീ പോലെ ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു. ഉരുകിയ പാറകൾ നദികളായി അരികിലൂടെ ഒഴുകി. കത്തുന്ന കണ്ണുകളുള്ള വലിയ പാമ്പുകൾ നിഴലുകളിൽ ചുരുണ്ടുകിടന്നു. എറിക്സ് മുന്നോട്ട് നടന്നു. അവന്റെ മുഖം വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. സെറിനിയ! അവൻ ഇരുട്ടിലേക്ക് അലറി. എറിക്സ്! ഒരു നേർത്ത ശബ്ദം മറുപടി നൽകി. അവളെ ഒരു പാറയിൽ ചങ്ങലയിട്ട് ബന്ധിച്ച നിലയിൽ അവൻ കണ്ടെത്തി. ആ ചങ്ങലകൾ നിഴലിന്റെ രൂപത്തിലുള്ള പാമ്പുകളായിരുന്നു. എറിക്സ് അവന്റെ വാളെടുത്ത് ചങ്ങലകളിൽ ആഞ്ഞുവെട്ടി. ആ ചങ്ങലകൾ ഓരോന്നായി പൊട്ടി. പാമ്പുകൾ ചീറ്റിക്കൊണ്ട് അവന് നേരെ പാഞ്ഞുവന്നു. തീക്കാറ്റുകൾ ഉയർന്നു. പക്ഷേ അവനെല്ലാം സഹിച്ചു. അവസാനത്തെ ബന്ധവും തകർക്കുന്നതുവരെ അവൻ തന്റെ ശരീരം കൊണ്ട് സെറിനിയയെ സംരക്ഷിച്ചു. അവളുടെ ആത്മാവ് സ്വതന്ത്രമായി. സ്വതന്ത്രയായ അവൾ മുമ്പിൽ നിന്ന് എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നു. പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. ആ പ്രകാശത്തിന്റെ ശക്തിയിൽ അവിടുത്തെ ഭീമാകാരന്മാരായ പാമ്പുകളെല്ലാം ദൂരേക്ക് തെറിച്ചുപോയി. അവരുടെ ചുറ്റും തണുത്ത കാറ്റ് വീശാനും തുടങ്ങി. ഇതേ സമയം ദിയ മോർഗിനുകളുമായി യുദ്ധത്തിലേർപ്പെട്ട് ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. മോർക്കിനുകൾ വീണ്ടും ശക്തി സംഭരിച്ച് വീണ്ടും അവളോട് യുദ്ധം ചെയ്യാൻ വരുന്നു. ഇതേ സമയം സെറിനിയയും എറിക്സും അവിടേക്കെത്തുന്നു. തന്റെ ശരീരം ഉപയോഗിച്ച് തനിക്കുവേണ്ടി മറ്റൊരു പെൺകുട്ടി പോരാടുന്നത് സെറീനിയ അത്ഭുതത്തോടെ നോക്കി നിന്നു. എറിക്സ് പറഞ്ഞു, അവൾ ക്ഷീണിതയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യൂ. ഒട്ടും വൈകാതെ തന്നെ അവൾ പാവയിലേക്ക് കയറുന്നു. അവിടെ ചെറിയൊരു സ്ഫോടനം തന്നെ നടന്നു. മോർക്കിനുകളെല്ലാം ദൂരേക്ക് തെറിച്ചു വീണു. നോക്കുമ്പോൾ ആ പാവ അവിടെ കണ്ണടച്ച് അനങ്ങാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ദിയ, സെറീനിയ, 2 പെൺകുട്ടികളുടെയും ആത്മാക്കൾ ഒന്നിച്ചു ചേർന്നു. അവരുടെ ശബ്ദങ്ങൾ യോജിച്ചു. അവരുടെ ശക്തി ഇരട്ടിയായി. പാവ കണ്ണു തുറന്നു. പാവയുടെ കണ്ണുകൾ വെളുത്ത നിറത്തിൽ ജ്വലിച്ചു. പിന്നീട് അവിടെ വലിയൊരു സ്ഫോടനം തന്നെയാണ് നടന്നത്. ആ സ്ഫോടനം മോർഗിനുകൾ അവിടെ നടത്തിയിരുന്ന പൂജയെ തന്നെ തകർത്തു കളഞ്ഞു. ഇത് കണ്ട് ഭയന്ന് മോർഗിനുകൾ ഇരുട്ടിലേക്ക് ഓട്ടി രക്ഷപ്പെട്ടു. വെളിച്ചം മങ്ങിയപ്പോൾ നിശ്ശബ്ദതയും തകർന്ന ചാരവും മാത്രം അവശേഷിച്ചു. എറിക്സ് അവിടേക്ക് വന്നു. എല്ലാം അവസാനിച്ചു. ശേഷം അവർ തിരിച്ച് നഗരത്തിലേക്ക് വന്ന് കോമയിൽ കിടക്കുന്ന ദിയയുടെ യഥാർത്ഥ ശരീരത്തിലേക്ക് അവളെ കേറ്റുന്നു. ഒരുപാട് നാളുകളായി ദിയ പാവയിലായിരുന്നതുകൊണ്ട് അവൾ ഉണരാൻ കുറച്ചു സമയമെടുക്കും. സമയം രാത്രിയായി. ദിയ പതിയെ കണ്ണു തുറന്നു. ചുറ്റിലും ആരുമുണ്ടായിരുന്നില്ല. അവൾ ഡോറിലേക്ക് നോക്കി. അപ്പോൾ അതാ സെറിനിയ അവളുടെ സൈഡിലൂടെ പറന്ന് അവളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ആദ്യമായിട്ടാണ് സെർനിയ ദിയയെ അവളുടെ യഥാർത്ഥ രൂപത്തിലും കാണുന്നത്. സെർനിയ പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്താൻ നീ കുറെ കഷ്ടപ്പെട്ടു. നന്ദി. ദിയ മറുപടി പറയാതെ ഒരു പുഞ്ചിരിയോടെയിരുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല എന്ന വാചകത്തോടെ അവൾ പിന്നോട്ടു മാറി വാതിലിനടുത്ത് കാത്തുനിന്ന എറിക്സിനടുത്തേക്ക് നടന്നു. അവസാനമായി ഒരു നോട്ടത്തോടെ സെറീനിയയും എറിക്സും മുറിവിട്ട് കാട്ടിലേക്ക് പോയി. പോകുന്ന വഴി എറിക്സ് പറഞ്ഞു, നീ ലുമോറയിലേക്ക് പോകുമ്പോൾ ഈ ശരീരം തന്നിട്ട് പോണം. ആരും കാണാതെ ഇവിടെ നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ശരീരമുണ്ടാക്കിയത്. ദിയ വീണ്ടും കണ്ണുകളടച്ചു. ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുപോയി. കാട്ടിലൂടെ നടക്കുമ്പോൾ എറിക്സ് പറഞ്ഞു, ദിയയോട് എന്നോടൊപ്പം വരാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ വരുമോ എന്ന് എനിക്കുറപ്പില്ലായിരുന്നു. സെറീനിയ തലയാട്ടി, ചുണ്ടുകളിൽ നേരിയ പുഞ്ചിരി. ഇല്ല എറിക്സ്, അവൾ വരും. അവൻ മുഖം ചുളിച്ചു. നിനക്കെങ്ങനെ ഇത്ര ഉറപ്പിക്കാൻ കഴിയും? സെറീനിയ തീജ്വാലകളിലേക്ക് നോക്കി. കാരണം അവൾ എന്റെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോൾ ഞങ്ങൾ ഒന്നായി. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും അവളുടേതായി. അവൾ എന്നെ രക്ഷിക്കാൻ വന്നില്ല എറിക്സ്, അവൾ സ്വയം രക്ഷിക്കാനാണ് വന്നത്.